ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പാലക്കാട് യാത്രയുടെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ കിട്ടി, ടീ കേക്കും കട്ടൻ ചായയും അതേപോലെ അച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം ചായയൊക്കെ കുടിച്ചിട്ട് ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. രാത്രി വന്നുകൊണ്ട് വീടും പറമ്പൊന്നും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. അതേ ചക്കയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. മരട്ടിലാണ് ചക്ക, അതിൻ്റെ ചുവട്ടിൽ തന്നെ ഇതേ കാന്താരി ഉണ്ടായിരുന്നു. ചക്കയൊക്കെ ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതേ ഇവിടെ ഒരു ഡ്രാഗൺ ഉണ്ട്, ശംഖുപുഷ്പമുണ്ട്, അതേപോലെ കറ്റാർവാഴ, മൾബറി ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവർ ഭയങ്കര കൃഷിക്കാരാണ്. ബക്കറ്റിലാണ് മൾബറി ഇട്ട്. ഈ ചെറിയ പ്ലാവിൽ കണ്ടില്ലേ ചക്ക കൂട്ടിയിട്ട്. ഇത് ഇവിടെ തക്കാളി ഉണ്ട്, അതേപോലെ ചീര, ഓർക്കിഡ്, റോസ് എല്ലാം ഉണ്ട് കേട്ടോ. കുട്ടികൾ വണ്ടിയിലൊക്കെ കയറി കളിയാണ് കേട്ടോ. ഇതാണ് മാമാൻ്റെ വീട്, പുതിയ വീടാണ് കേട്ടോ. ഇപ്പോൾ ടെറസിൽ ഡ്രാഗൺ കൃഷിയാണ്. ഡ്രാഗൺ മാത്രമല്ല, ബാക്കി പച്ചക്കറികളൊക്കെ ഉണ്ട്. പച്ചമുളക്, കോവൽ, പയർ, അങ്ങനെ വഴുതനങ്ങ, മെയിനായിട്ട് വഴുതനങ്ങ, ഡ്രാഗണ്, പിന്നെ പച്ചമുളക്, അങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഡ്രാഗണാണ് ഇപ്പം മെയിനായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കേട്ടോ. അതേപോലെ പപ്പായൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. മാമാൻ്റെ വീട്ടിലെല്ലാ സാധനവും ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇതാണ് മാമാൻ്റെ വീട്ടിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. സൈഡിലെയാണ് ഇവർക്ക് റോഡ്, ഇതിലേ വന്നൊരു ഗേറ്റുണ്ട്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്രണ്ടിൽ മതിലാണ്. ഞാൻ വീട്ടിൻ്റെ ഉള്ളായാലും അടിപൊളിയാണ് കേട്ടോ. സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ് എല്ലാം സെപ്പറേറ്റ് ആണ്. അതേപോലെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് കേട്ടോ. ബെഡ് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. താഴെ 3 ബെഡ്റൂമുണ്ട്, മേലെ അതേപോലെ 2 ബെഡ്റൂമുണ്ട്, വലിയൊരു ഹോളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വേഗം ടെറസിലേക്ക് കയറി കേട്ടോ. ഈ ഡ്രാഗൺ കാണാൻ ഇങ്ങനെ വിങ്ങലായിരുന്നു ഞങ്ങൾ. പക്ഷേ ഞങ്ങളെ നിർഭാഗ്യം എന്ന് പറയാതെ ഡ്രാഗൺ ഒന്നും പോലും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ സീസൺ ആകുന്നേ ഉള്ളൂ എന്നാണ് മാമ പറഞ്ഞത്. നോമ്പ് ഒക്കെ കഴിഞ്ഞ് തുടങ്ങുമ്പോഴാണ് ഡ്രാഗൺ കായ്ക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇതിലൊക്കെ കായ്ച്ചതാണ് പോലും കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുക, വൈറ്റ് ഉണ്ട്, അതേപോലെ പിങ്ക് ഉണ്ട്, പിന്നെ യെല്ലോ ഉണ്ട്. 3 കളറ് ഡ്രാഗണാണ് ഇവർ വെച്ചിരിക്കുന്നത് കേട്ടോ. 1ഉം 2ഉം പരീക്ഷിച്ച് വിജയിച്ചപ്പോൾ പിന്നെ കുറേ അത് എന്താ പറയുക കൂട്ടി, അതിൻ്റെ എണ്ണം കൂട്ടി. ഇത് മുളകൊക്കെ ഉണങ്ങാനിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് തന്നെ പറിച്ച പച്ചമുളകാണ് കേട്ടോ. കോവലുണ്ട്. അപ്പോൾ തെങ്ങൊക്കെ മാമ എന്തൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ടെറസിൽ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടെറസിൽ നോക്കുമ്പോൾ അപ്പുറത്തെ പ്ലാവിൽ നിറയെ ചക്കയുണ്ട് കേട്ടോ. ചക്കയൊക്കെ മൂത്ത് കിടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ നോമ്പിന് മുമ്പാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചക്ക പൊട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പാലക്കാട് പോയപ്പോൾ അവിടെ ചക്ക മൂത്ത് പഴുത്ത മണം ഇങ്ങനെ പരക്കുന്നുണ്ടായിരുന്നു. ഇതേ വഴുതനങ്ങയാണ് കേട്ടോ. നിറയെ വഴുതനങ്ങ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഉണ്ട് താനിപ്പോഴും. അപ്പോൾ ഇങ്ങനെ സ്റ്റെയർ കേസിലൂടെയാണ് ടെറസിലേക്ക് എത്തുന്നത്. അപ്പോൾ കയറി പോകാനുള്ള ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അവരുടെ ആവശ്യത്തിന് ഇഷ്ടംപോലെ തേങ്ങയും കിട്ടും കേട്ടോ. തെങ്ങുന്ന് ഇഷ്ടംപോലെ തേങ്ങയുണ്ട്. നമുക്കിങ്ങനെ എന്താ പറയുക, കയ്യിനെ കൊണ്ട് പറിക്കുക. ചെറിയൊരു തോട്ടി മതി, അതിനെ കൊണ്ട് ഇഷ്ടംപോലെ തേങ്ങ പറിച്ചെടുക്കുക. അപ്പോൾ മാമാൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ നാസ്ത കഴിച്ചിട്ട് നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് പിറ്റേന്ന് തന്നെ തിരിക്കണം. അതുകൊണ്ട് നമ്മൾ പിറ്റേന്ന് തിരിക്കുന്നതുകൊണ്ട് എന്താ പറയുക, നാസ്ത കഴിച്ചിട്ട് വേഗം ഒരു മാമയുടെ വീട്ടിൽ, വേറൊരു മാമാൻ്റെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ മാമീൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ട ഒരു സീനാണ് കേട്ടോ. നല്ല വയലും പറമ്പൊക്കെയാണ് പാലക്കാട് എന്ന് പറയുന്നത്. പിന്നെ ഈ ചെറിയ ഇടവഴിയിലോട്ട് ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഈ ഇല്ലിയുടെ വേലിപ്പടർപ്പ് കണ്ടോ, നല്ല രസമുണ്ട് അത് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇങ്ങനെയുള്ള സീനൊക്കെ കാണാൻ നമുക്കൊരു ഒരു ഗ്രാമീണ ഫീലിംഗാണ് ഇതിലൂടെ നടന്നുകൊണ്ട്. ഇവിടെ എന്തൊക്കെയോ ഉണങ്ങാനൊക്കെ ഇട്ടിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. ഫുൾ മരങ്ങളാണ്. പക്ഷേ ഇവിടുത്തെ ചെറിയ ചെറിയ വീടും
അതിന് നല്ല മനോഹരമാക്കിയിട്ട് ഇങ്ങനെ ഇല്ലിൻ്റെ വേലിയൊക്കെ ഉണ്ടാവും. നല്ല രസം കാണാൻ കേട്ടോ. പണ്ട് നമ്മളെ നാട്ടിലൊക്കെ വേലിച്ചെടി എന്ന് പറഞ്ഞിട്ടൊരു ചെടി ഉണ്ടായിരുന്നു. നല്ല വൃത്തിയുള്ള വീടുകൾ കേട്ടോ. അപ്പോൾ ഒരു വീട്ടിൽ കയറി അടുത്ത വീട്ടിൽ കയറി ഇങ്ങനെ കുറേ വീട്ടിൽ കയറി ഇറങ്ങി 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 നമ്മളിങ്ങനെ വരുത്താണ് കേട്ടോ. എല്ലാം ഞാൻ എന്താ പറയണ്ടേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ സ്രാമ്പിക്കൽ കണ്ടില്ലേ, ഇതാണ് ഉമ്മാൻ്റെ തറവാട് കേട്ടോ. സ്രാമ്പിക്കൽ തറവാടാണ് ഉമ്മാൻ്റെ. പാലക്കാട് ആണ് ഉമ്മ. അപ്പോൾ ഉമ്മാൻ്റെ തറവാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അണ്ണന് സുഖമില്ലാണ്ട് കിടക്കലാണ്. അപ്പോൾ അണ്ണനെ കാണാനും കൂടിയാണ് നമ്മൾ വന്നത്. എല്ലാവരും ഒന്ന് കാണാം, കാരണം ഉമ്മാൻ്റെ ഫാമിലി മൊത്തം പാലക്കാടാണ്. അപ്പോൾ ഇത് അണ്ണൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ശക്തിയായിരുന്നു. ഓക്കെ, അപ്പോൾ അണ്ണനെയും കണ്ടു. ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ചില്ല, വെള്ളം കുടിച്ചു. ഞങ്ങൾ അവിടുന്ന് വേഗം പെട്ടെന്ന് തന്നെ ഇറങ്ങി. പിന്നെ ഞങ്ങളെ പെങ്ങളെ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പനേമ്പാടെന്ന് പറയും. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ഒന്ന് പോയി, അവരെ ഒന്ന് കണ്ടു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു, കാരണം നമ്മൾ കുറച്ച് സമയം അവരായിട്ട് ചിലവഴിക്കുമ്പോൾ നമുക്ക് ഈ ക്യാമറ എടുത്ത് ഓണാക്കാനുള്ള സമയം കിട്ടില്ല. അപ്പം അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്നല്ല, കുറച്ച് സമയം അവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പം നമ്മളിങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലൊരു മല കാണുന്നില്ല, കല്ലടിക്കോട് മല ഇങ്ങനെ നേർത്തി കാണുമായിരുന്നു കേട്ടോ. അപ്പം അതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ലൊരു വ്യൂ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ തിരിച്ചു വരുമ്പോൾ അപ്പം നമ്മളെ ഒരു ചൂട് ട്രിപ്പ് എന്ന് പറയാം. നമ്മൾ ഒരു ദിവസം അങ്ങോട്ടേക്ക് പോകുന്നു, മാമാൻ്റെ സ്റ്റേ ചെയ്യുന്നു. പിറ്റേന്ന് നമ്മൾ രാവിലെ തന്നെ നാസ്ത കഴിച്ചിട്ട് എല്ലാവരും ഒന്ന് കയറി ഇറങ്ങും, എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുന്നു. അതേപോലെ നമ്മൾ വീട്ടിലേക്ക് തിരിക്കും. പിറ്റേന്ന് കുട്ടികൾക്ക് എക്സാം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയും നിന്നില്ല. പക്ഷേങ്കിൽ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ സുഖമില്ല. പക്ഷേങ്കിൽ നമ്മളെന്താ പറയുക, നമ്മളെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരു ഹറിബറിയാണ്, കാരണം പ്രവാസത്തിൻ്റെ ഒരു പ്രയാസമുണ്ട്, ലീവിൻ്റെ ഒരു പ്രയാസമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് പോവുക വരിക എന്ന് പറയുന്നത് നമുക്ക് അത്ര ഇങ്ങനെ പോസിബിൾ അല്ല. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് എന്തെല്ലാം എല്ലാവരും ഒന്ന് പോയി കണ്ട് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഞങ്ങളെ വേറൊരു മോളുണ്ട്, അപ്പോൾ മലപ്പുറമാണ്, അവിടെ ഒന്ന് കയറാൻ പറ്റിയില്ല. ആ ഒരു വിഷമം ചെറുതായിട്ട് എനിക്കുണ്ടായിരുന്നു. അവിടെയും കൂടി ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു. പിന്നെ ഒരാളെ കാണാനും പറ്റിയില്ല. അപ്പോൾ 3 പെൺമക്കളാണ് പറഞ്ഞിട്ട് അവരെ എല്ലാവരെയും കാണാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു ചെറിയൊരു വിഷമം ഉണ്ടെങ്കിൽ കൂടി സാറില്ല. എന്താ പറയുക, എല്ലായ്പ്പോഴും ഒരേപോലെ ഉണ്ടാവില്ല. നമ്മൾ ഓടി ഓടി നമ്മളിങ്ങനെ കോഴിക്കോട് എത്തിയിട്ടാണ് നമ്മൾ രാത്രിക്കത്തെ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. കോഴിക്കോടും കഴിഞ്ഞു തോന്നുന്നു, കാരണം നമ്മൾ പെട്ടെന്ന് നാട് പിടിക്കാനുള്ള ഡ്രൈവായിരുന്നു. ഒരു മാറി മാറി വണ്ടി ഓടിച്ച്. അപ്പോൾ ലാസ്റ്റ് നമുക്കൊരു ഹോട്ടൽ കിട്ടി. ഫ്രൈഡ് റൈസും പൊറോട്ടയും അങ്ങനെയൊക്കെ ഓർഡർ ചെയ്ത്. പക്ഷെ ഒന്നും അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ലേറ്റായിട്ട് കിട്ടുകയാണ്, എന്തായാലും അങ്ങ് കഴിക്കൽ തന്നെ. അപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾ അങ്ങനെ കഴിച്ച് വേഗം വീട്ടിലെത്തി. അപ്പോൾ അന്ന് രാത്രി ഞങ്ങൾ തറവാട്ടിലായിരുന്നു കൂടിയത്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ഉച്ചയാകും. അപ്പോൾ അങ്ങനെ ഒരു ഹറിബറി പാലക്കാട് യാത്രയായിരുന്നു ഞങ്ങൾ. ചെറിയ ചെറിയ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ കാഴ്ചകളാണ് കേട്ടോ, വലിയ വലിയ കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.